ജാനു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ജാനു എന്ന് ആരെയാണ് വിളിക്കുന്നത് എന്ന്. അപ്പൊ ഗബ്രി ഡൈനിങ് ടേബിളിന് അടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഈ ജാനു എന്ന് പറയുന്നത് നമ്മുടെ പ്രണയിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാര്യനെയൊക്കെ ആണ് നമ്മൾ വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്താണ് എന്നെ ജാനു എന്ന് വിളിക്കാത്തതെന്ന്. അപ്പോൾ ഗബ്രി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിന് നീ എൻ്റെ ഭാര്യ ആണോ എന്ന്. അപ്പോൾ അതിന് ജാസ്മിൻ മറുപടി ഒന്നും പറയുന്നില്ല. അവിടെ ഇരുന്നിട്ട് രണ്ടുപേര് ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇതാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നെഗറ്റീവാണെന്ന് പറഞ്ഞു, ഇതൊക്കെ അറിയാം. ജാസ്മിൻ അടക്കം ഗബ്രിക്കും അറിയാം. അപ്പോൾ എന്നിട്ടാണ് ഇവർ ഈ കാണിക്കണം. അതായത് ജാസ്മിൻ ആണ് ചോദിക്കണത്, പിന്നെ നീ എന്താണ് എന്നെ ഭാര്യേനെ വിളിക്കുന്ന അതെ ജാനു എന്ന് വിളിക്കാത്തതെന്നും, അത് എന്തിന്റെ ആവശ്യമാണ് അവിടെ അങ്ങനെ ചോദിക്കേണ്ടത്? അപ്പോൾ അവിടെ വേറെ രീതിയിലുള്ളൊരു ബന്ധം ഉണ്ട് എന്ന് ഇവർ തന്നെ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുവാണ്. അതായത് വീണ്ടും ഒരു ലവ് ട്രാക്കിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഒരിക്കലും ഇനി ആരാണെങ്കിലും പുറത്ത് നിൽക്കുന്ന ഒരാൾ പോലും ഇവർ തമ്മിലുള്ളൊരു കോംബോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഇനി പോകുന്നില്ല. ഒരിക്കലും ഒരാൾക്കും ഇത് ഇഷ്ടമല്ല. അതായത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ബാത്റൂമിൽ അവിടെ പോയിരുന്നിട്ട്, ബാത്റൂമിലല്ല ഡ്രസ്സിങ് റൂമിൽ പോയിരുന്നിട്ട് വളരെ മോശം രീതിയിൽ, അതായത് ഇവർ രണ്ടുപേരും കാണിച്ച പ്രവൃത്തി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഇവർക്ക് ഓൾറെഡി ജാസ്മിനൊക്കെ അറിയാവുന്ന കാര്യമാണ്, അച്ഛൻ അറ്റാക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ശേഷവും ജാസ്മിൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ വളരെ മോശം അല്ലേ, ഭയങ്കര മോശമായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നില്ലേ? സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇവരുടെ കാര്യം വിട്ടു എന്ന് പറയാം. കാരണം പ്രേക്ഷകർ ഇവരുടെ ആ ഒരു കുൽസിതവും മറ്റു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ആ രീതിയിൽ അങ്ങ് വിട്ടു കഴിഞ്ഞു. ഇവരെ എന്താ പറയുക, പ്രേക്ഷകർക്ക് പോലും വേണ്ട എന്നുള്ള രീതിയിൽ ഇവരെ വിട്ടു കഴിഞ്ഞു. കാരണം ഇവർ നന്നാവില്ല, ഇവർ ഒരുമിച്ച് ഇരിക്കണത് കൊണ്ട് ഒരിക്കലും ഒരു പ്രേക്ഷകരാരും നെഗറ്റീവ് ഇവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ കാണിക്കണ അല്ലെങ്കിൽ ഒരു സ്നേഹമല്ല പ്രണയമല്ല, അതിന് മുകളിൽ വേറെന്തോ ഇതിൻ്റെ നടുക്ക് എന്നൊക്കെ പറഞ്ഞ് ബെസ്റ്റി മറ്റേ രീതിയിലൊക്കെ പറഞ്ഞ് വേറെ രീതിയിലേക്ക് ഇവരൊരു നല്ലൊരു സ്നേഹം എന്ന് പറഞ്ഞതിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വാക്കാണെങ്കിലും ഈ ഡ്രസ്സിംഗ് റൂമിലെ കാര്യമാണെങ്കിലും ബിഗ് ബോസ് വരെ വിളിച്ചിട്ട് വാണിംഗ് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അർജുനൊക്കെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവിടെ കാണിച്ചത്, നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചത്? കാരണം അവർക്കൊക്കെ പേടിയാണ് ഇവരിനി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്നുള്ള രീതി. കാരണം ഒരിക്കലും നമ്മൾ തന്നെ ആ വീഡിയോയിൽ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ജാസ്മിൻ ഡ്രസ്സ് മാറുന്ന റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഡ്രസ്സ് മാറുന്ന റൂമിൽ കർട്ടൻ പോലും ഇടാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്ത് അതും നോക്കിക്കൊണ്ട് പുറത്തിരിക്കുന്ന ഗബ്രിയാണ് കാണിക്കണത് ബിഗ് ബോസിന് പറയാൻ ഒരു അതിരുണ്ട്. ചിലപ്പോൾ ഇതിനു മുകളിൽ അവിടെ നടക്കുന്നുണ്ടാവും. ബിഗ് ബോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ബിഗ് ബോസിന്. അപ്പം അങ്ങനെ ആയിരിക്കാം ഇത്രയൊക്കെ വിടുന്നത്. നമുക്ക് അവരെ സമ്മതിക്കണം എന്ന് പറയാം. കാരണം ഇതൊക്കെ കണ്ടിട്ട് 24 മണിക്കൂർ ഇതൊക്കെ കണ്ടിട്ട് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് ടീമിനെയൊക്കെ വളരെയധികം സമ്മതിക്കണമെന്നേ പറയാനുള്ളൂ. എന്തായാലും ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ